അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തമിഴ്നാടിൻ്റെ അതിർത്തിയായ വാൽപ്പാറയിലെ ആ കൊടുംവളവിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ കേരളത്തിൻ്റെ മനസ്സിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ആരും കരുതിയിരുന്നില്ല അതൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയായിരിക്കുമെന്ന്. ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ വിധിയുടെ ഒരു വിളയാട്ടം, ആ അപകടം നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. വാൽപ്പാറയിൽ നടന്ന ആ ദാരുണമായ വാഹനാപകടം ഒരുപാട് കുടുംബങ്ങളെയാണ് കണ്ണുനീരിൽ ആഴ്ത്തിയത്. ഇന്നലെ വരെ നമ്മെപ്പോലെ സംസാരിച്ചവരും ചിരിച്ചവരും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവരും ഇന്ന് വെറും ഓർമ്മകളായി മാറി. ഇതൊരു വാർത്ത മാത്രമല്ല, നമുക്കുള്ള വലിയൊരു പാഠമാണ്. യാത്രകൾ സന്തോഷത്തിനുള്ളതാകണം, പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അത് ജീവിതകാലം മുഴുവൻ നീളുന്ന ദുഃഖമായി മാറാൻ. നാം ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കണം, നാം പൂർണ്ണമായും തയ്യാറാണോ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ജീവിത രീതിയിൽ യാത്രകൾക്ക് വലിയ സ്ഥാനമുണ്ട്. യാത്ര തുടങ്ങുമ്പോൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതൊരു വാക്ക് മാത്രമല്ല, നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതോടൊപ്പം ചൊല്ലാനുള്ള മറ്റൊരു പ്രാർത്ഥന കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل. ഈ പ്രാർത്ഥന യാത്ര തുടങ്ങുന്നതിന് മുൻപ് പതിവാക്കുക. അതോടൊപ്പം തന്നെ യാത്രകളിൽ സംരക്ഷണത്തിനായി പ്രാർത്ഥനകൾക്കൊപ്പം ഓതാൻ മഹാന്മാര് പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഖുറൈശ്. യാത്രകളിലെ ഭയത്തിൽ നിന്നും വിശപ്പിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് ഈ സൂറത്തിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അമിത വേഗത കുറക്കൂ, അശ്രദ്ധ ഒഴിവാക്കൂ. ഒരു ചെറിയ പിഴവ് മതി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാവിയും തകരാൻ. ഡ്രൈവിങ്ങിനിടയിലെ ഫോൺ ഉപയോഗവും അലക്ഷ്യമായ ഓവർടേക്കിങ്ങും നമുക്കൊരു പക്ഷേ സാധാരണമായി തോന്നാം. പക്ഷേ അതിൻ്റെ വില ചിലപ്പോൾ സ്വന്തം ജീവന് തന്നെയായിരിക്കും. വീട്ടിൽ നമ്മയും കാത്തു ഒരു കുടുംബമുണ്ട്. നാം സുരക്ഷിതമായി തിരിച്ചുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ വഴിയോരങ്ങളിൽ പൊലിഞ്ഞു പോകാൻ വിട്ടുകൊടുക്കരുത്. ഇത്തരം ദുരന്തങ്ങൾ നമ്മെ ബോധവാന്മാരാക്കട്ടെ. നമ്മുടെ ഓരോ യാത്രയും പടച്ചതമ്പുരാൻ സുരക്ഷിതമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.